എന്ത് ഞാൻ ഇപ്പൊ എടുക്കാൻ തുടങ്ങിയത്. ഇപ്പോ എത്ര നേരം ഞാൻ എടുത്തിട്ടില്ല. പുറത്തേക്ക് വരില്ല, ഇവിടെ നിന്ന് സംസാരിക്ക്. എന്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കയറി വരുമ്പോ ഞങ്ങൾ എന്താ പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് അതന്നെ ഞാൻ പറഞ്ഞു. ഇതെന്നെ ഭീഷണിപ്പെടുത്താനല്ലേ? എന്തൊക്കെയായി നടക്കുന്നത്? ഇത്രയും വലിയ ബ്രാൻഡായ ചിക്കിങ്ങിൽ ഒരു മാനേജർ കത്തിയെടുക്കുന്നു കുത്താൻ. സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞതിൽ കുറച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചു. അതിൻ്റെ പേരിൽ ഒരു മാനേജറിൻ്റെ പരാക്രമമാണ് നമ്മൾ ഇപ്പം കണ്ടത്. അല്ല, ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരെ ആണോ ചിക്കിങ്കാർ മാനേജറായിട്ട് നിർത്തിയിരിക്കുന്നത്? അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക. ശരിയാണ്, മനുഷ്യരാണ്, ദേഷ്യം വരും. പക്ഷെ ദേഷ്യം വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അപ്പോൾ ഇത്രയും ട്രെയിനിങ് ഒന്നും കൊടുക്കാതെയാണോ ചിക്കിങ്കാർ ഇങ്ങനെ മാനേജേഴ്സിനെയും സ്റ്റാഫുകളെയും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതായത് ചോദിക്കുമ്പോൾ നമ്മൾ മാന്യമായ രീതിയിലല്ലേ, കുറഞ്ഞ് കാണൂലായിരിക്കും. അപ്പോൾ പറയായിരുന്നു ഇത് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയതോ അല്ലെങ്കിൽ പോട്ടെ എന്തെങ്കിലും പറഞ്ഞ് അതിനെ ഒഴിവാക്കായിരുന്നു. അതിന് അവനോട് ദേഷ്യപ്പെടുന്നു, നേരെ ചാടിക്കയറുന്നു, നീ പുറത്തോട്ട് ഇറങ്ങി വാന്ന് വെല്ലുവിളിക്കുന്നു, നേരെ പോയി കിച്ചണിൽ പോയി കത്തിയെടുക്കുന്നു. തിരിച്ച് എന്ത് സംഭവിച്ചോന്ന് ഇതിൽ കാണിച്ചിട്ടില്ല. ചിലപ്പോൾ ഇവിടുത്തെ ഭാഗത്തുനിന്ന് പ്രഭവമൊക്കെ ഉണ്ടായിട്ടോ, എന്നാലും കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുത്താൻ വേണ്ടി മാത്രം വളർന്നോ ആൾക്കാരൊക്കെ? അതായത് നമ്മൾ ഒരു ബ്രാൻഡിൽ കഴിക്കാൻ പോയിട്ട് നമുക്ക് നേരെ കത്തിയെടുക്കുക. ഇതിലൂടെ ആർക്കാ നഷ്ടമായത്? മാനേജറിൻ്റെ പേരല്ല നഷ്ടമായത്, ശരിക്കും ചിക്കിങ്കാരുടെ ബ്രാൻഡാണ് നഷ്ടപ്പെട്ടത്. ഇനി ആരെങ്കിലും മനസ്സമാധാനമായിട്ട് കയറി ഒരു സാൻഡ്വിച്ചിലെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്തോ.